മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥൻ്റെ ഓരോരോ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാർക്കോ. മഞ്ജുവിൻ്റെ ജോലി കളഞ്ഞ സന്തോഷത്തിലാണ് നമ്മുടെ മേഘൻ. കൂടാതെ തന്നെ സാഗറിൻ്റെ ജോലി ഉണ്ണിയായിട്ടും എടുത്തു കളഞ്ഞു. ഇനി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവരലഞ്ഞു തിരിയുന്നത് കാണാൻ കാത്തിരുന്ന മേഘനെ പ്രതീക്ഷിക്കാതെ ഒരു വലിയ തിരിച്ചടി വരുന്നുണ്ട്. അതായത് തുണിക്കടയിലെ മാനേജർ മേഘനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നത് പ്രകാരം മേഘനാണെങ്കിൽ തുണിക്കടയിലേക്ക് ചെല്ലുമ്പോഴാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നു, കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതം തകർക്കാനായിട്ട് ഞാൻ വരുത്തിച്ച വേറെ ഒരു കൂലിക്കാരനോടൊപ്പം എൻ്റെ ഭാര്യ ഇറങ്ങിപ്പോയി. ഇപ്പം അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ള മനസ്സുമായിട്ട് നടക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഈ നാട്ടിൽ നിന്നല്ല അയൽ നാട്ടിൽ പോലും ഒരു ജോലി എടുത്ത് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്നൊക്കെ വിചാരിച്ച് ചെല്ലുമ്പോഴത്തേക്കും മഞ്ജുവിൻ്റെ കൂട്ടുകാരി അശ്വതിയാണെങ്കിൽ മുന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ അശ്വതിയോട് ചോദിക്കുന്നു, അല്ല കൂട്ടുകാരി സുഖമാണോ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് നമ്മുടെ മഞ്ജു വന്ന് പറയുന്നത് കണ്ട് മേഘൻ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. നിന്നെ ആരാ വീണ്ടും ഇവിടേക്ക് എടുത്തത്? നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, പിരിച്ചു വിട്ടതിനേക്കായും സ്പീഡിന് എന്നെ തിരിച്ച് ജോലിക്കെടുത്തു. അതിന് നിന്നേക്കായും പ്രമാണികൾ ഈ നാട്ടിലുണ്ടെന്ന് നീ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. എന്തായാലും ഞാനൊന്ന് മാനേജറെ കണ്ടിട്ട് വരട്ടെ, നിന്നെ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറക്കുമെന്നൊക്കെ പറഞ്ഞ് മേഘൻ മാനേജറെ കാണാൻ പോകുമ്പം, ഇയാൾ എന്തിനാ എന്നെ വിളിച്ചു വരുത്തത്? അവളെ ജോലിക്കെടുത്ത് എന്നെ അപമാനിക്കാനാണോ? എന്നെ തനിക്കൊരു പേടിയില്ലേ എന്നൊക്കെ മേഘൻ ചോദിക്കുമ്പം മാനേജർ പറയുന്നു, സാറിനേക്കായും പേടിക്കേണ്ട ഒരാൾ കടയിലേക്ക് വന്നിരുന്നു. ആരാന്ന് ചോദിക്കുമ്പം ആ മാർക്കോ എന്നെ പഞ്ഞിക്കിട്ട് മഞ്ജുവിനെ ജോലിക്ക് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു. ഇത്തിരി മുന്നേ എന്നെ വിളിച്ചു പറയുക മേഘനെ കടയിലേക്ക് വിളിച്ചു വരുത്തണമെന്ന്. അത് മനഃപൂർവ്വം വിളിച്ചു പറഞ്ഞതാ. അവളെ ജോലിക്കെടുത്തത് എന്നെ അറിയിക്കാൻ വേണ്ടി, എന്നെ ഒന്ന് കൊച്ചാക്കാൻ. എന്തായാലും മാർക്കോയെ ഒന്ന് ഒതുക്കണം. അപ്പം മാനേജർ പറയുന്നു, മാർക്കോയെ ഒതുക്കി നിങ്ങളുടെ ശത്രുക്കളെ ആദ്യം ഒന്ന് നിലയ്ക്ക് നിർത്തിയതിന് ശേഷം എൻ്റെ നെഞ്ചത്ത് തൊട്ട് ഞാൻ പറയുക, അവളെ ഈ കടയിൽ നിന്ന് ഞാൻ പുറത്താക്കിയിരിക്കും, ഉറപ്പ്. അല്ലാതെ എനിക്ക് അവളെ പുറത്താക്കാൻ ധൈര്യമില്ല, എനിക്ക് 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ മാർക്കോയെ ഒതുക്കിയിട്ട് ഞാൻ തന്നെ കാണാൻ വരൂ എന്നൊക്കെ പറഞ്ഞ് മേഘനും അങ്ങ് പോകുന്നു. മേഘൻ ഇറങ്ങി വരുമ്പം മഞ്ജു ആണെങ്കിൽ പല കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാറിൽ തിരികെ വരുന്ന മേഘനെ കാത്ത് വഴിയരികിൽ പോലീസ് നിൽപ്പുണ്ടായിരുന്നു. അതായത് മേഘൻ്റെ വണ്ടിയിൽ കഞ്ചാവ് കടത്തുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടിയതും പ്രകാരം വണ്ടി സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. എൻ്റെ വണ്ടിയിൽ അങ്ങനെ ഒരു സാധനവും ഇല്ലെന്ന് ആവുന്നത് പറയുന്നെങ്കിലും ഞങ്ങൾക്ക് തൻ്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റില്ല, വണ്ടി സെർച്ച് ചെയ്യുന്നതാണ് ഞങ്ങളുടെ കടമ എന്നൊക്കെ പറഞ്ഞ് വണ്ടി സെർച്ച് ചെയ്യുമ്പോൾ 2-3 പൊതി കഞ്ചാവ് കിട്ടി. ഏകദേശം ഒരു 2.5 കിലോയോളം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മേഘനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വാർത്തയൊക്കെ TV-യിൽ ന്യൂസിൽ കാണിക്കുന്നു. മാർക്കോയാണെങ്കിൽ തക്ക സമയത്ത് വാമദേവനെ വിളിച്ച് അറിയിക്കുന്നു. അന്നേരം പ്രതാപനും അവിടെ ഉണ്ടായിരുന്നു. മഹാലക്ഷ്മിയെയും കണ്ണനെയും തകർക്കുന്നതിനെക്കുറിച്ചുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ സീമന്തിനി പറയുന്നു, ഇനി അവരെ ദ്രോഹിക്കരുത്, കാരണം മാസം തോറും ഇയാൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ശമ്പളം കൃത്യമായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും. മാത്രമല്ല ഈ പെൺകൊച്ചിനെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ച് വിടണമെന്നുണ്ടെങ്കിൽ കണ്ണനും മഹാലക്ഷ്മി എന്തെങ്കിലും സഹായം ചെയ്യാതെ പറ്റില്ല. അതുകൊണ്ട് അവരെ വെറുപ്പിക്കണ്ടെന്ന എൻ്റെ അഭിപ്രായം എന്നൊക്കെ പറയുന്ന സമയത്താണ് വിളിച്ച് ഈ ന്യൂസ് പറയുന്നത്. ന്യൂസിലാണെങ്കിൽ മേഘനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന വാർത്ത കണ്ട് ചങ്ക് പൊടിയുന്ന വാമൻ പറയുന്നു, മോളെ ആ TV-യിലെ ന്യൂസ് അങ്ങ് ഓഫ് ചെയ്യേ, ഇനി എൻ്റെ ചങ്ക് പൊട്ടും. അങ്ങനെ സാധി ന്യൂസ് ഓഫ് ചെയ്യുമ്പം സീമന്തിനിയാണെങ്കിൽ ദേഷ്യത്തിന് പലതും വിളിച്ചു പറയുന്നുണ്ട്. അതായത് തൻ്റെ മകളുടെ ജീവിതവും കൂടി ഇത് കാരണം പോയി. കുട്ടിക്കാലം മുതലേ അവനെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരുന്ന മുറപ്പെണ്ണ് പോലും അവനെ ഇട്ടേച്ചു പോയി. ഇപ്പോൾ കഞ്ചാവ് കേസിലും കൂടി പ്രതിയായ ആ ഒരു വാർത്ത പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാം നമ്മളെ മാത്രം പഴിക്കും. ഇനി അവന് ഒരു ജീവിതമില്ല, അതുപോലെ ജയിലിൽ കിടക്കുന്നവൻ്റെ പെങ്ങൾക്ക് നല്ല ആലോചന വരുമോ എന്നൊക്കെ പറഞ്ഞ് പലതും പൊട്ടിത്തെറിച്ച് പറയുന്ന സമയത്ത് വാമദേവൻ പറയുന്നു, ഇനി ഒരിക്കലും ഞങ്ങൾ അവരെ ഉപദ്രവിക്കാൻ പോകില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് പ്രതാപൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെ ഉപദേശിച്ചാലും സാക്ഷാൽ അയ്യപ്പ ഭഗവാൻ തന്നെ വന്ന് മഹാലക്ഷ്മി ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാലും അവളുടെ ചിത കത്തിയെരിയുന്നത് കാണാതെ ഇനി അവളുടെ മേലുള്ള ശത്രുത ഞാൻ വിടത്തില്ല എന്നൊക്കെ മനസ്സിൽ ശപഥം ചെയ്യുന്നു. അങ്ങനെ സ്റ്റേഷനിൽ കിടക്കുന്ന നമ്മുടെ മേഘനെ കാണാനായിട്ട് മാർക്കോ വരുന്നുണ്ട്. മാർക്കോ വന്ന് നന്നായിട്ട് കുത്തി ഓർമ്മിപ്പിക്കുന്നു. അതായത് പോലീസിനാണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി, സാഗർ മേഘൻ്റെ വലിയൊരു ശത്രുവാണ്. കാരണം മേഘനാഥൻ ആദ്യം വിവാഹം കഴിച്ച പെൺകുട്ടിയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതിൻ്റെ പേര് മേഘന് തീരാത്ത പകയാണ് സാഗറിനോട്. അപ്പം കഞ്ചാവ് കൈവശം വെക്കുകയും
ഉപയോഗിക്കുകയും ചെയ്യുന്ന മേഘനെ സംബന്ധിച്ച് സാഗറിനെ കൊടുക്കാനാണോ പാട്? അപ്പം മനഃപൂർവ്വം സാഗറിൻ്റെ വണ്ടിയിലേക്ക് മേഘനാഥനാണ് ആ കഞ്ചാവ് എത്തിച്ചതെന്ന് നിഗമനത്തിലെത്തിയ പോലീസ് അത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് മേഘനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് മാർക്കോ മേഘനെ കാണാനായിട്ട് വരുന്നത്. ഇപ്പം നീ ഒരു കാര്യം ഓർത്തോ, ഞാനെന്തായാലും ജയിൽ പുള്ളിയാ. ജയിലിൽ കിടക്കുന്ന എനിക്ക് ഒരു കുറ്റവും കൂടി ചെയ്യുന്നത് നിസാരാണെന്ന് പറയുമ്പം മഞ്ജുവിനെ സാഗറിനെ നീ എങ്ങനെയെങ്കിലും വേദനിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ജയിലിൽ കിടക്കാനുള്ള ആയുസ് ഞാൻ ബാക്കി ഇട്ടേക്കത്തില്ല എന്ന് മാർക്കോയും വെല്ലുവിളിച്ച് പറയുന്നു. അഥവാ നിനക്ക് സാഗറിനെയും മഞ്ജുവിനെയും തൊടണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്നെ വെട്ടി വീഴ്ത്തണം, അല്ലാതെ അവരുടെ ദേഹത്തൊന്നും തൊടാൻ പോലും നിന്നെയും കൊണ്ടാകില്ല, ഞാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ മാർക്കോ പറയുന്നത് കേട്ടിട്ട് മേഘൻ വിളറി വെളുത്ത് നിൽക്കുന്നുണ്ട്. അതേസമയം മേഘനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത നമ്മുടെ ദുർഗാമ്മയും ഉണ്ണിയൊക്കെ അറിയുന്നുണ്ട്. അപ്പം ദുർഗാമ്മയാണെങ്കിൽ കണ്ണനോടും മഹാലക്ഷ്മിയോടും അതിൻ്റെ പേര് തട്ടിക്കയറുന്നു. അതായത് മേഘനെ നിൻ്റെ കൂട്ടുകാരനൊരുത്തനുണ്ടല്ലോ, ആ ഗുണ്ട, ആ മാർക്കോ തന്നെ പെടുത്തിയതാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവനല്ലേ ഇപ്പം മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും സംരക്ഷകൻ. അവനെ കുടുക്കിയതിൻ്റെ പേര് അവൻ തിരിച്ച് എൻ്റെ മേഘനെ പെടുത്തിയതാണ് എന്നൊക്കെ ദുർഗാമ്മ അലറി വിളിച്ച് പറയുമ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, എന്തുമാത്രം തെറ്റുകളാണ് മേഘൻ ചെയ്തു കൂട്ടിയത്. അതെല്ലാം മനസ്സിലാക്കിയിട്ടും അവനെ സംരക്ഷിക്കുന്ന ഇതുപോലൊരു അമ്മ മറ്റൊരു മക്കൾക്കും ഉണ്ടാകരുത് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നു, സാഗറിനോടൊപ്പം താമസിക്കുന്ന മഞ്ജുവിനോട് മാത്രമേ ഞങ്ങൾക്ക് വിരോധമുള്ളൂ, അല്ലാതെ മഞ്ജുവിനോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല. അതേസമയം നമ്മുടെ കണ്ണനാണെങ്കിൽ ഒരു തീരുമാനം ഉറപ്പിച്ച് പറയുന്നു. അതായത് സാഗർ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, മേഘൻ അവനെ മനഃപൂർവ്വം പെടുത്തിയതാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാനും തോമസ് വൈദ്യരും ഒക്കെ ഇനി അവനെ പഴയതുപോലെ അകറ്റി നിർത്തത്തില്ല, ഞങ്ങളോടൊപ്പം തന്നെ ചേർത്ത് നിർത്തും. മാർക്കോയും ലോപ്പസും അനന്തും ഒക്കെ ഞങ്ങളെ സ്നേഹിക്കുന്നതും ഞങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്നതും പോലെ സാഗറിനെയും മഞ്ജുവിനെയും അവഗണിക്കില്ല എന്നൊക്കെ കണ്ണൻ പറയുന്നത് കേട്ടിട്ട് ഉണ്ണി പറയുന്നു, നിങ്ങൾക്ക് അങ്ങനല്ലേ ചെയ്യാൻ പറ്റൂ, കാരണം നിങ്ങളുടെ ഭാര്യയുടെ മുൻ കാമുകനല്ലേ സാഗർ, അപ്പം നിങ്ങളുടെ ഭാര്യ പറയുന്നതിനപ്പുറം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പം കണ്ണൻ പറയുന്നു, മലയ്ക്ക് പോകാൻ മാല ഇട്ടേക്കുന്നതിൻ്റെ പേര് മാത്രം ഞാൻ നിന്നോട് മറുപടി പറയുന്നില്ല, ഇനി മേലാ നിൻ്റെ വായിൽ നിന്ന് ഇതുപോലുള്ള വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ വാണിംഗ് കൊടുക്കുന്ന ഭാഗത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.